പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്ന കാര്യം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളുടെ മുൻപിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങളുടെ കാലം. അത് എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. നിങ്ങളെ കൊണ്ടുപോയി പല ആപത്തുകളിലും ചാടിച്ച വ്യക്തികളുടെ മുൻപിൽ ഇനി തലയുയർത്തി നിൽക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് വരുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടാനും സാമ്പത്തികപരമായിട്ട് കുറേ നേട്ടങ്ങളൊക്കെ കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. യാതൊരുവിധ വേദനകളും അശ്വതി നക്ഷത്ര ജാതകക്കാരെ ഇനി അലട്ടുകയില്ല. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല നേട്ടങ്ങളും നേടുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികളും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വിദ്യാഭ്യാസം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റം നടത്താൻ നല്ല സമയമാണ്. സഹോദരങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവരുമായിട്ടുള്ള പ്രശ്നങ്ങളും മാറിവരും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂല സമയം. ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കാൻ മകയിരം നക്ഷത്ര ജാതകർക്ക് സാധിക്കും. ബുദ്ധിസാമർഥ്യം കൊണ്ട് ഒരുപാട് മുന്നേറ്റം നടത്തുന്ന സമയമാണ്. ആനുകൂല്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ കൈവരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ മാറിത്തുടങ്ങും. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലമായിരിക്കും വരിക. ധനപുഷ്ടി പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഒന്നിനു പുറകെ ഒന്നായിട്ട് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നൊരു സമയമാണ്. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം ഈ കാലഘട്ടത്തിൽ കുറവായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യതയും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണം ഈ കാലഘട്ടത്തിൽ കൂടുതലാകും. നിങ്ങളെ പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും കണ്ണു തള്ളി നിൽക്കുന്ന തരത്തിലായിരിക്കും ഇനി നിങ്ങളുടെ വിജയം. സേവന പ്രവർത്തനങ്ങളും മറ്റും തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ടു പോകും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അച്ഛനോ തത്തുല്യവർക്കോ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ പറ്റും. പൊതുവെ നല്ല ശാന്ത സ്വഭാവമായിരിക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്.
ചഞ്ചലമനസ്കരാകാതിരിക്കുക. എല്ലാ കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കുക. വാദബന്ധിയായ വേദനകൾ വിട്ടൊഴിയും. കമിതാക്കളുടെ ആഗ്രഹം സാഫല്യമാകാനും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ഗുണഫലങ്ങൾക്ക് വേണ്ടി ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും. നിർമ്മാണ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന ഭവനങ്ങളുടെ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും. സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും. പലവിധ സന്തോഷ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ വിട്ടൊഴിയും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കൂടുതലാകും. ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ ആകും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ സൃഷ്ടിക്കും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം. ദോഷപരിഹാരാർത്ഥം ഇവർ ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മസംബന്ധമായ ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായി നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി കന്നിക്കൂറിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ചിങ്ങമാസത്തിലെ ഫലം എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമായതുകൊണ്ട് കാര്യങ്ങൾ എല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായി ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയമാണ്. കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ഇവർക്ക് ദോഷശാന്തി നൽകുന്നതായിരിക്കും. ഇനി അടുത്ത രാശിക്കാരായ തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3-4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഭാവയുടെ പ്രവചനത്തിൽ പറയുന്നത് തുലാക്കൂറുകാർക്ക് ജൂൺ മാസം അത്യാപത്തുകൾ ഉള്ള സമയം ഒന്നുമല്ല. ഇവരുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ നടത്താൻ പറ്റിയ സമയം തന്നെയാണ്. പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതകൾ ഉണ്ട്. വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പുഷ്ടി പ്രാപിക്കും. പ്രകൃതിക്ഷോഭം മൂലം ഉള്ള നാശനഷ്ടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് ഈ സമയത്ത് രക്ഷപ്പെടുകയും ചെയ്യും. ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയൊക്കെ മാറിക്കിട്ടും. വിദ്യയിൽ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും.
വാണിജ്യ മേഖല മുമ്പില്ലാത്തവണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ചില സഹായം ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കണം. ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ്. തുലാക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ഭജനം, ശാസ്താഭജനം, ശനീശ്വര ഭജനം എന്നിവ മുടങ്ങാതെ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.